കല്ലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ സംഭവം വീണ്ടും ചർച്ചയാവുകയാണ്. അപകടമുണ്ടായതിന്റെ പിറ്റേന്നാണ് കോർപ്പറേഷൻ PPR ലൈസൻസ് ആവശ്യമില്ലെന്ന് തീരുമാനിച്ചത്. എന്നാൽ ഇതിനുള്ള നടപടികൾ ദുരൂഹമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്തെത്തി. ഡിസംബർ 29-നാണ് കല്ലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക പരിപാടിക്കിടെ ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ടത്. എന്നാൽ അപകടത്തിന് മുമ്പ് തന്നെ പരിപാടിക്ക് PPR ലൈസൻസ് ആവശ്യമാണെന്ന് വ്യക്തമായ തീരുമാനമെടുക്കാൻ കോർപ്പറേഷൻ തയ്യാറായിരുന്നില്ല. 28-നാണ് പരിപാടിക്കുള്ള അപേക്ഷ കോർപ്പറേഷൻ അധികൃതർക്ക് സമർപ്പിച്ചത്. ഈ അപേക്ഷ 29 വൈകിട്ടാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധിച്ചത്. അപകടം നടന്നതിന് പിന്നാലെയാണ് ഹെൽത്ത് സൂപ്പർവൈസറും ഹെൽത്ത് ഓഫീസറും ലൈസൻസിന് അനുമതി നൽകിയതായി രേഖകളിൽ വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷം നടപടികൾ ദുരൂഹമാണെന്നും ഇത് കോർപ്പറേഷന്റെ വീഴ്ചയാണെന്നും ആരോപിച്ചു. UDF പാർലമെന്ററി സെക്രട്ടറി MG അരിസ്റ്റോട്ടിൽ, പ്രതിപക്ഷ നേതാവ് ആന്റണി കുരുത്തറ എന്നിവരും കാര്യം സീരിയസ് ആയി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അച്ചടക്ക നടപടികൾ ആരംഭിച്ചുവെന്നും അതേസമയം PPR ലൈസൻസ് ഫീസ് സംബന്ധിച്ച് നടപടികൾ സർക്കാരിന്റെ മുന്നിലുള്ള ഫയലുകൾ പരിശോധിച്ച് തുടർ നടപടികൾ എടുക്കുമെന്നും മേയർ M അനിൽകുമാർ പറഞ്ഞു. ഇതിൽ വീഴ്ച തെളിയപ്പെട്ടാൽ കർശനമായ നടപടികൾ ഉണ്ടാകും എന്ന് കോർപ്പറേഷൻ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം ഈ അന്വേഷണത്തെ നിസ്സാരമാക്കുന്ന ശ്രമമെന്ന രീതിയിൽ കാണുകയാണ്. കല്ലൂർ സ്റ്റേഡിയത്തിൽ അപകടം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഇവ സംബന്ധിച്ച് തുടർ നടപടികൾ എന്താവും എന്നതിൽ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. SAG ന്യൂസ്, തിരുവനന്തപുരം. Your one-stop shop for news and fun. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി SAG ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.